ഹലോ എല്ലാവർക്കും ഡീപ് ഡിസൈൻസ് ബൈ വിദ്യയിലേക്ക് സ്വാഗതം. ഞാൻ വിദ്യ. ഇന്ന് നമ്മൾ ബ്ലൗസ് ഡിസൈനാണ് നോക്കാൻ പോകുന്നത്. ഇതിൽ നെക്ക് സ്ലീവ് എല്ലാം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മളിതിൽ ഫോറമം ബീഡും അതുപോലെ ഈ കാണുന്ന സ്റ്റോണും പിന്നെ 2 ബീഡ്സും പിന്നെ ഷുഗർ ബീഡ്സും പിന്നെ സീക്വൻസും ആണ് ഇതിൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. ഇത് ബാക്ക് ഓപ്പൺ ബ്ലൗസ് ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഗ്യാപ്പ് വന്നിട്ട് പ്രോപ്പറായിട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ 2 ലെയർ ചെയിൻ സ്റ്റിച്ചും 1 ലെയർ ഷുഗർ ബീഡ്സ് പിന്നെ ഫോർമം ബീഡ് വീണ്ടും ഷുഗർ ബീഡ്സ്. ഇതാണ് അവർ നെക്കിൽ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഇത്രയും മതി എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതുപോലെ അവർ പറഞ്ഞ രീതിക്ക് തന്നെ ഫ്രണ്ടും ബാക്കും നമ്മൾ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ? നമുക്ക് സ്ലീവ് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. സ്ലീവിന് ഇത് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഡബിൾ ലെയർ ചെയിൻ സ്റ്റിച്ചാണ് ചെയ്തെടുക്കുന്നത്. 1 ലെയറിൽ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ ഡബിൾ ലെയറാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്ററായ ഓപ്ഷൻ. ഈ കാണുന്നത് പോലെ തന്നെ ഡബിൾ ലെയർ ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത 1 ലെയർ ഷുഗർ ബീഡ്സ് ആണ് കൊടുക്കാൻ പോകുന്നത്. ഷുഗർ ബീഡ്സ് 2 ബീഡ്സ് വീതമാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നമ്മൾ മാക്സിമം സ്റ്റിച്ച് ചെയ്യാൻ നേരത്തെ 2 ബീഡ്സ് വീതം സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇതുപോലെ തന്നെ ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എൻ്റെ ഒരു സബ്സ്ക്രൈബർ നമ്പർ ചോദിച്ചിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ആരി വർക്കിൻ്റെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഇതിൽ യൂട്യൂബിൽ ചോദിക്കാൻ മടിയുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. അതിൽ ഡീപ് ഡിസൈൻസ് ബൈ വിദ്യ എന്ന് തന്നെയാണ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉള്ളത്. അപ്പോൾ അതിലൂടെ ചോദിക്കുക. ഇനി നമുക്ക് ഫോറമം ബീഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതും ഈ 2 വീതമാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. കണ്ടോ? ഇതുപോലെ ഈ 2 ഫോറമം ബീഡാണ്. ഫോറമം ബീഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നമുക്ക് കുറച്ചുകൂടെ ഈസിയാണ്. അതായത് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്ത് ഷുഗർ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യുന്നത് അപേക്ഷിച്ച് ഫോറമം ബീഡ് പെട്ടെന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഫോറമം ബീഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഒരു ഷുഗർ ബീഡ്സും കൂടെ 1 ലെയർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ നെക്കിലെ പോലെ തന്നെ ബേസിക്കായിട്ട് എവിടെയാണ് നമ്മുടെ സ്ലീവിലും കൊടുത്തിട്ടുണ്ട്. ഇനി സ്ലീവിൽ ചെറിയൊരു ഡിസൈനുണ്ട്. അതിനാണ് ഞാൻ ദാ ഇവിടെ അളവെടുക്കുന്നത്. ഇതുപോലെ തന്നെ ഓരോരോ മീറ്ററായിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. കണ്ടോ? ഓരോരോ മീറ്ററായിട്ട് ഫുള്ളായിട്ടും അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഈ സ്റ്റോണ് അവിടെ ആയിട്ട്, അതായത് നമ്മൾ അടയാളപ്പെടുത്തിയതിൻ്റെ ഒന്നട വിട്ട് സ്റ്റോണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത്. ഇനി ഇത് നന്നായി ഡ്രൈ ആകാൻ വിടുക. ഡ്രൈ ആയതിനു ശേഷം മാത്രമേ അടുത്ത് ബാലൻസ് സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ഈ ഗമ്മിൽ നിന്ന് എന്ത് ചെയ്യും, കല്ല് നന്നായിട്ട് ഒട്ടില്ല, ഇളകിപ്പോരും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായി ഡ്രൈ ആയതിനു ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നന്നായി ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ഓരോരോ ബീഡ്സ് വീതം ഈ സ്റ്റോണിന് ചുറ്റിനും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓരോരോ ബീഡ്സ് വീതം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായി അടുപ്പിച്ച് തന്നെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാ സ്റ്റോണും ഇതുപോലെ തന്നെ ചുറ്റിനും ഇതേപോലെ ഓരോരോ ഷുഗർ ബീഡ്സ് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ശേഷം ഈ കാണുന്നത് പോലെ ഒരു 2 ബീഡ്സും ഒരു ഷുഗർ ബീഡ്സും ഇതുപോലെ തന്നെ കൊടുക്കുന്നുണ്ട്. ഷുഗർ ബീഡ്സും കൊടുത്ത് സ്റ്റിച്ച് ലോക്ക്, അതായത് ഒരു വി ഷേപ്പിനാണ് വരുന്നത് ചെയ്തെടുക്കുമ്പോഴത്തേക്ക്. കണ്ടോ? അടുത്തൊരു സ്റ്റിച്ചിൽ ലോക്കും കൊടുത്ത് അടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു 2 ബീഡ്സും ഒരു ഷുഗർ ബീഡ്സും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. കണ്ടോ? ഇതുപോലെ ഒരു ഷുഗർ ബീഡ്സും ഒരു 2 ബീഡ്സും ഒരു ഷുഗർ ബീഡ്സും. അത് കഴിഞ്ഞ് വീണ്ടും സെൻറ്ററിലേക്ക് പോകുന്നു. ഒരു സ്റ്റിച്ച് ഒരു ലോക്കും കൊടുക്കുന്നു. ശേഷം ഒരു 2 ബീഡ്സും ഒരു ഷുഗർ ബീഡ്സും കൂടെ കൊടുത്ത് കണ്ടോ? ഇതുപോലെ ഒരു 2 ബീഡ്സും ഷുഗർ ബീഡ്സും കൂടെ കൊടുത്ത് ലോക്ക് ഇടുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്റ്റോൺ ഒട്ടിച്ചെടുത്തെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കും. അടുത്ത് 2 സ്റ്റോണുകൾക്കിടയിൽ നമ്മൾ 2 ബീഡ്സ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത്. കണ്ടോ? 2 സ്റ്റോണുകൾക്കിടയിൽ ഒരു
ഒരു 2 ബീഡ്സും ഒരു ഷുഗർ ബീഡ്സും. ഇതാ കണ്ടോ, ഒരു 2 ബീഡ്സ് ഒരു ഷുഗർ ബീഡ്സ്. വീണ്ടും ഒരു സ്റ്റിച്ച്, അതായത് നമ്മൾ മറ്റേ സ്റ്റോൺ ചെയ്തതിൻ്റെ താഴ്ഭാഗത്ത് ചെയ്ത ഡിസൈൻ പോലെയാണ്. ഒരു 2 ബീഡ്സും ഒരു ഷുഗർ ബീഡ്സും, ഒരു 2 ബീഡ്സ് ഒരു ഷുഗർ ബീഡ്സ്, അങ്ങനെ 3 എണ്ണം നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫുൾ ബ്ലൗസിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടും ബാക്ക് ഓപ്പൺ ബ്ലൗസും ആണിത്. അപ്പോൾ അതിൻ്റെ ഡിസൈൻ എന്താ ഇവിടെ. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് സ്ലീവിൻ്റെയാണ്. കണ്ടോ, സ്ലീവ് ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഭാഗത്ത് കുറച്ച് ഗ്യാപ്പ് വന്നതുകൊണ്ട് ഞാൻ ഒരു സീക്വൻസും ഒരു ഷുഗർ ബീഡ്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ അങ്ങനെയും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ സ്ലീവിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.